ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. കുടുംബയോഗങ്ങളും മണ്ഡലം പര്യടനങ്ങളുമായി സ്ഥാനാർത്ഥികൾ. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ വാങ്ങാനുള്ള UDF തീരുമാനത്തിനെതിരെ കത്തോലിക്ക കോൺഗ്രസ്. നിലമ്പൂരിൽ പ്രത്യേക രാഷ്ട്രീയ നിലപാടില്ലെന്ന് ഓർത്തഡോക്സ് സഭ. കൊച്ചി കപ്പൽ അപകടത്തിൽ പോലീസ് കേസെടുത്തു. മനുഷ്യജീവൻ അപകടമുണ്ടാക്കുന്ന വിധത്തിൽ കപ്പൽ കൈകാര്യം ചെയ്തെന്ന് FIR. MSC എൽസ 3 കപ്പൽ 1-ാം പ്രതി. കേസെടുത്തത് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ്. ശശി തരൂരിന് മുന്നറിയിപ്പുമായി കോൺഗ്രസ് നേതൃത്വം. പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവന പാടില്ല. വിദേശ പ്രതിനിധി സംഘത്തിലെ മറ്റംഗങ്ങൾക്കും മുന്നറിയിപ്പ്. എക്സാലോജിക് ബെനാമി കമ്പനി അല്ലെന്ന് ഹൈക്കോടതിയിൽ വീണ വിജയൻ. തന്നെ പ്രതിയാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ പൊതുതാൽപര്യ ഹർജി മോശക്കാരിയായി ചിത്രീകരിക്കാനെന്നും സത്യവാങ്മൂലം. ED ഉദ്യോഗസ്ഥർ പ്രതികളായ കൈക്കൂലി കേസിൽ വിജിലൻസിന് ഹൈക്കോടതി വിമർശനം. കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചു ഹൈക്കോടതി. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും രാജ്യം വിടരുതെന്നും ജാമ്യവ്യവസ്ഥകൾ. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. UDFനെ പിന്തുണയ്ക്കാനുള്ള വെൽഫെയർ പാർട്ടി തീരുമാനം പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണായുധമാകുന്നു. കുടുംബയോഗങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും സ്ഥാനാർത്ഥി പര്യടനങ്ങളുമായി പരമാവധി വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്നും TK അരവിന്ദൻ ചേരുന്നു. അരവിന്ദൻ, സൂചിപ്പിച്ച പോലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവരുടെ പ്രചരണം 2-ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കുടുംബയോഗങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും സ്ഥാനാർത്ഥി പര്യടനങ്ങളൊക്കെ പുരോഗമിക്കുമ്പോൾ വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം, അതായത് UDFനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം തന്നെയല്ലേ മണ്ഡലത്തിലെ പ്രധാന രാഷ്ട്രീയ ആരോപണമായി ഇപ്പോഴും ചൂടേറിയ ചർച്ചയാകുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നിലമ്പൂരിലെ കാര്യങ്ങൾ. വെൽഫെയർ പാർട്ടിയുടെ UDFന് പിന്തുണ നൽകിയുള്ള തീരുമാനം വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് നിലമ്പൂരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടതുമുന്നണി ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. പക്ഷേ ഇടതുമുന്നണിയുടെ PDP ബന്ധം ഉയർത്തിക്കാട്ടിയാണ് UDF ഇതിനെ പ്രതിരോധിക്കുന്നത്. എന്നാൽ BJP ആകട്ടെ 2 മുന്നണികളെയും ഒരുപോലെ ആക്രമിച്ചുകൊണ്ട് വർഗീയവാദികളെ വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നത്. നിലമ്പൂരിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നില്ല. വോട്ടർമാരെ നേരിടാനുള്ള വിമുഖത കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉയർത്തുന്നത് എന്ന ആരോപണമാണ് BJP ഉയർത്തുന്നത്. നേരത്തെ V. മുരളീധരൻ അല്പസമയം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. EK നയനാർ PDP നേതാവായിരുന്ന അന്ന് ISS നേതാവായിരുന്ന അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് കൊണ്ടുപോയപ്പോൾ, തമിഴ്നാടിനെ കൈമാറിയപ്പോൾ ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ CPM പറയുന്നുണ്ടോ എന്നെല്ലാം V. മുരളീധരൻ ചോദിക്കുന്നു. ഒപ്പം തന്നെ VD സതീശനെതിരെയും V. മുരളീധരൻ പറഞ്ഞു. മത തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്ന മതരാഷ്ട്രവാദവും വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന VD സതീശൻ തന്റെ നിലപാട് ഇപ്പോഴും കോൺഗ്രസിന്റെ നിലപാട് അത് തന്നെയാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്നും പറയുകയുണ്ടായി. എന്തായാലും ഇക്കാര്യം ഉയർത്തിക്കാട്ടി നിലമ്പൂരിൽ വലിയ തോതിലുള്ള പ്രചരണം തന്നെയാണ് നടക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത് തന്നെയായിരിക്കും പ്രചരണത്തിന്റെ മുന എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അതേസമയം സ്ഥാനാർത്ഥികളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. കുടുംബയോഗങ്ങൾ നടക്കുന്നു, സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സ്ഥാനാർത്ഥികളെല്ലാം സജീവമാണ്. NDA സ്ഥാനാർത്ഥി മലയോര മേഖലയിലാണ് പ്രചരണത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ നഗരങ്ങളിലും മറ്റ് സ്വാധീന മേഖലകളിലും LDF സ്ഥാനാർത്ഥികളും UDF സ്ഥാനാർത്ഥികളും പ്രചരണം കൊഴുപ്പിക്കുകയാണ്. അമ്പിളി. ശരി, നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാവുകയാണ്. UDFനെ പിന്തുണയ്ക്കാനുള്ള വെൽഫെയർ പാർട്ടി തീരുമാനം തന്നെയാണ് പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാകുന്നത്. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കുടുംബയോഗങ്ങളും അതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനങ്ങളുമായി പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും മുന്നണികളും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു TK അരവിന്ദൻ.
കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും കൈകോർത്ത് പ്രവർത്തിക്കാനെടുത്ത തീരുമാനം കേരളത്തിന്റെ മതേതര ജനാധിപത്യ പാരമ്പര്യത്തിന് നേർക്കുള്ള തുറന്ന വെല്ലുവിളിയാണെന്നാണ് വിമർശനം. വോട്ടിനു വേണ്ടി ആത്മാഭിമാനവും മതേതര മൂല്യങ്ങളും ബലികഴിക്കുന്ന അവസ്ഥ ഒരു പാർട്ടിക്കും ഗുണം ചെയ്യില്ല. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വെൽഫെയർ പാർട്ടി പിന്തുണ നൽകുമെന്ന് അറിയിച്ചതോടെ അത് വലിയ വിവാദമായിരുന്നു. കോൺഗ്രസ് അത് സ്വീകരിക്കുക കൂടെ ചെയ്തതോടെ വലിയ വിമർശനങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നത്. ഇതിനിടെയാണിപ്പോൾ താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള കത്തോലിക്ക കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തീവ്ര മതരാഷ്ട്ര ആദർശവും അജണ്ടകളുമായി പ്രവർത്തിക്കുന്ന വെൽഫെയർ പാർട്ടിയെ ഒപ്പം ചേർക്കുന്നതിലൂടെ ഇന്ത്യയുടെ മതേതരത്വം, പൊതുനന്മ, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ ബലി കൊടുക്കുകയാണ് കോൺഗ്രസ് എന്നാണ് വിമർശനം. ഇടതുപക്ഷത്തിന്റെ PDP കൂട്ടുകെട്ടിന്റെ പേരിൽ UDFന്റെ വെൽഫെയർ സഖ്യത്തെ വെള്ളപൂശുന്നത് വഴി ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയാണ്. വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് വോട്ട് നേടാനുള്ള തന്ത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസ്താവനയിലൂടെ പറഞ്ഞു. നിലമ്പൂരിൽ മാത്രമല്ല തിരഞ്ഞെടുപ്പുള്ളത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മതേതര വോട്ടർമാർ ഈ തീവ്രവാദ പ്രീണന രാഷ്ട്രീയത്തിന് ചുട്ട മറുപടി നൽകും. കോൺഗ്രസ് മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും ഇത്തരം നീക്കങ്ങളിൽ നിന്നും പിന്മാറണം. മതേതരത്വത്തിന്റെ മുഖംമൂടിയിട്ട് മതമൗലികവാദികളുടെ കൈപിടിക്കുന്നവരുടെ കാപട്യം തുറന്നുകാട്ടേണ്ടത് നിലമ്പൂരിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും പ്രസ്താവനയിൽ ഓർമ്മിപ്പിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. വർഗീയ കക്ഷികളുമായി എല്ലാ കാലവും കൂട്ടുകൂടിയത് CPM എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. PDPയുടെ പിന്തുണ വാങ്ങിയ CPM ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നത് നാണംകെട്ട പരിപാടിയാണെന്നും ചെന്നിത്തല പറഞ്ഞു. കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ എന്നും വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുള്ളത് CPM ആണ്. എന്തിനേറെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം BJPയുമായി ചേർന്ന്, അന്ന് BJP ഇല്ല, ജനസംഘവുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു പാർട്ടിയാണ് CPM. തീവ്ര വർഗീയ സ്വഭാവമുള്ള ജനസംഘവുമായി അന്ന് കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുകയും ചെയ്ത ആളുകളാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ഇതപര്യന്തം കൂട്ടുകൂടിയിട്ടുള്ള പ്രസ്ഥാനം CPM അല്ലേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അവരുടെ ഓഫീസിൽ പോയി അവരോട് ചർച്ച നടത്തി അവരുടെ പിന്തുണ തേടിയിട്ടുണ്ട്. PDPയെ പിന്തുണച്ചും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. RSS എങ്ങനെയാണോ ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് അതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കുള്ളതുപോലൊരു പ്രത്യയശാസ്ത്ര തീവ്രവാദ അടിത്തറ PDPക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്കുള്ള പോലുള്ളൊരു പ്രത്യയശാസ്ത്ര അടിത്തറ PDPക്കില്ല. ലോകത്താകത്തിന് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇസ്ലാമിക മതരാഷ്ട്ര മതത്തിൻ്റെ ശക്തിയാണ് ജമാഅത്തെ ഇസ്ലാമി. അതിനടിസ്ഥാനം എങ്ങനെയാണോ RSS ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ബാധിക്കുന്നത് അതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ വരവ് തന്നെ കേരളത്തിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണല്ലോ ജമാഅത്തെ ഇസ്ലാമി. അതുപോലൊരു പ്രത്യയശാസ്ത്ര തീവ്രവാദ അടിത്തറ PDPക്കില്ല. നിലമ്പൂരിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രത്യേക രാഷ്ട്രീയ നിലപാടില്ലെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. നിലമ്പൂരിലെ സാഹചര്യം അനുസരിച്ച് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് സഭ പറയാറില്ല. സഭാ തർക്കത്തിൽ കോപ്റ്റിക് സഭയുടെ ക്ഷണം സ്വീകരിക്കണോ എന്ന് പിന്നീട് തീരുമാനിക്കും. സഭ സൂനഹദോസ് യോഗം ചേർന്നാകും തീരുമാനമെടുക്കുക. 1965 ശേഷം ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ ഒരുമിച്ച് കൂടിയിട്ടില്ല എന്നും കാതോലിക്ക ബാവ വ്യക്തമാക്കി. സഭ നേരത്തെ ഉള്ള സഭയുടെ തീരുമാനം ഉണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായിരിക്കുന്ന എല്ലാ നമ്മുടെ ജനങ്ങളെല്ലാവരും നല്ല രാഷ്ട്രീയ ബോധവാന്മാരാണ്. അതുകൊണ്ടത് അവർക്ക് അറിയാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അത് ആ രാഷ്ട്രീയ അല്ലെങ്കിൽ ആ സാഹചര്യമനുസരിച്ച് അവിടുത്തെ സാഹചര്യമനുസരിച്ച് ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അനുസരിച്ച് ഏത് തരത്തിൽ ചെയ്യണമെന്നുള്ളത് ആ ജനങ്ങൾക്കറിയാം. ഞങ്ങളതിന് ഇന്ന പാർട്ടിക്ക് ചെയ്യണമെന്ന് പറയാറില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. അതെ, അവരുടെ താല്പര്യമനുസരിച്ച് ചെയ്യുക. അതേത് ഇലക്ഷനും നമ്മൾ അങ്ങനെ പറയും.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നതായി ജില്ലാ ഇലക്ഷൻ ഓഫീസർ. 2,32,181 വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത്. 14 പ്രശ്നബാധിത ബൂത്തുകളിൽ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിക്കുമെന്നും ജില്ലാ ഇലക്ഷൻ ഓഫീസറായ കളക്ടർ VR വിനോദ് പറഞ്ഞു. 1,25,256 സ്ത്രീ വോട്ടർമാരടക്കം 2,32,381 വോട്ടുകളാണ് നിലമ്പൂരിൽ ആകെയുള്ളത്. പുതുതായി അനുവദിച്ച 59 പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് ആകെ സജ്ജീകരിച്ചിട്ടുള്ളത്. വോട്ടിംഗിനായി 315 കൺട്രോൾ യൂണിറ്റുകളും 315 ബാലറ്റ് യൂണിറ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം വോട്ടർമാരുടെ എണ്ണം പോളിംഗ് സ്റ്റേഷനിൽ കുറവായതുകൊണ്ട് തന്നെ വലിയ ക്യൂ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ക്യൂ ഫോം ചെയ്താലും ബുദ്ധിമുട്ടില്ലാത്ത രീതി വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരു കാരണത്തിനെയും ആരും ഭയക്കേണ്ടതില്ല. വളരെ സുതാര്യമായിട്ട് തന്നെ നടക്കും. ഇതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം സുതാര്യമായിട്ട് ഭയശങ്കകളില്ലാതെ പോളിംഗ് നടത്തുന്നതിന് വേണ്ടി പോലീസ് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷ ശക്തമാക്കിയതായി ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് അറിയിച്ചു. മണ്ഡലത്തിൽ കേന്ദ്രസേനയ്ക്ക് പുറമെ 1200ഓളം പോലീസുകാരെ വിന്യസിക്കും. 14 എണ്ണമാണ് പ്രശ്നബാധിതവും ഫോറസ്റ്റ് അഡ്ജസ്റ്റന്റ് ആയിട്ട്. അതിൽ 11 എണ്ണം പ്രശ്നബാധിത ബൂത്തുകളായിട്ട്, 3 എണ്ണം ഫോറസ്റ്റ് നിങ്ങൾക്കറിയാവുന്ന അകത്തുള്ള വനത്തിനകത്തുള്ള ബൂത്തുകളും കൊടുത്തിട്ടുണ്ട്. 11 എണ്ണം പ്രശ്നബാധിത ബൂത്തും, 3 എണ്ണം. 18-ന് രാവിലെ മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിക്കും. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമും വോട്ടെണ്ണൽ കേന്ദ്രവും ഇവിടെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനെത്തുന്നു. സ്ഥാനാർത്ഥികളെ അനുകൂലിച്ചല്ല, സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ആശാവർക്കേഴ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. മിനിയുടെ നേതൃത്വത്തിൽ വീട് കയറിയുള്ള പ്രചരണത്തിന് എത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാഴാഴ്ച മുതലാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രചാരണത്തിലേക്ക് എത്തുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ അനുകൂലിച്ചുകൊണ്ടല്ല പ്രചാരണത്തിന് എത്തുന്നതെന്നും ആശാ വർക്കർമാരുടെ സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന പ്രചാരണമാണ് സംഘടിപ്പിക്കുന്നതെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. മിനി പറഞ്ഞു. 121 ദിവസമായി ആശാമാർ ഈ തെരുവിൽ സെക്രട്ടേറിയറ്റ് തടൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇരുന്ന് സമരം ചെയ്യുന്നു. പക്ഷേ ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാനോ പരിഗണിക്കുവാനോ ഒന്നും തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുകൾ മാത്രമേ മുന്നോട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി അടക്കം ഈ സമരത്തെ വലിയ തോതിൽ ആക്ഷേപിച്ച വ്യക്തിയാണ്. അവരവിടെ സ്ത്രീപക്ഷവും അല്ലെങ്കിൽ തൊഴിലാളി പക്ഷത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ സംസാരിക്കുന്നത്. ഞങ്ങൾ തൊഴിലാളികളായിരിക്കുന്ന ആളുകളെ പരിഗണിക്കാതെ, സ്ത്രീകളെ പരിഗണിക്കാതെ, സ്ത്രീകളെ ഇത്രമേൽ അധിക്ഷേപിക്കുകയും ഈ സമരം 121 ദിവസമായിട്ട് പരിഹരിക്കുവാൻ തയ്യാറാകാത്ത ഗവൺമെൻറ് ഒരു തൊഴിലാളി ഗവൺമെൻറ് അല്ല, ഒരു ജനാധിപത്യ ഗവൺമെൻറ് അല്ല, മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് പോകുന്നത്. മലപ്പുറത്തെ ആശാ വർക്കർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് വീട് കയറിയുള്ള പ്രചരണം നടത്താനാണ് തീരുമാനം. ആശാ വർക്കർമാരുടെ 4ാം ഘട്ട രാപ്പകൽ സമരയാത്ര ഈ മാസം 17-ന് തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത്. ഓണറേറിയം, പെൻഷൻ ആനുകൂല്യം തുടങ്ങിയവ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരം ഇപ്പോഴും തുടരുകയാണ്. പ്രശ്നപരിഹാരം കാണുന്നതുവരെ സമരം തുടരാനാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, കോഴിക്കോട് പന്തീരാങ്കാവിൽ ഇസാഫ് ബാങ്കിലെ ജീവനക്കാരിൽ നിന്നും 40 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. പന്തീരാങ്കാവ് കൈമ്പാലം സ്വദേശി ഷിബിൻ ലാലിനെതിരെയാണ് പരാതി. പണയ സ്വർണം തിരിച്ചെടുക്കാൻ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 40 ലക്ഷം രൂപയുടെ പണമടങ്ങുന്ന ബാഗുമായി പ്രതി കടന്നുകളഞ്ഞെന്നാണ് പരാതി. അന്വേഷണം നടക്കുകയാണെന്ന് പന്തീരാങ്കാവ് പോലീസ് അറിയിച്ചു. ഇന്നുച്ചയോടെ പന്തീരാങ്കാവ് മണക്കടവ് റോഡിലെ സ്വകാര്യ ഫൈനാൻസ് സ്ഥാപനത്തിന്റെ മുൻവശത്തു നിന്നും രാമനാട്ടുകര ഇസാഫ് ബാങ്ക് ജീവനക്കാരുടെ കയ്യിലുള്ള 40 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. കൈമ്പാലം പള്ളിപ്പുറം സ്വദേശിയായ ഷിബിൻലാൽ രാമനാട്ടുകരയിലെ ഇസാഫ് ബാങ്കിലേക്ക് വിളിച്ച് തന്റെ പണയം വെച്ച സ്വർണ്ണമെടുക്കാൻ പണം ആവശ്യപ്പെടുകയായിരുന്നു. 40 ലക്ഷത്തോളം രൂപയുണ്ടെങ്കിൽ പന്തീരാങ്കാവ് അക്ഷയ ഫൈനാൻസിൽ പണയം വെച്ച സ്വർണം എടുക്കാമെന്നറിയിച്ചതിനെ തുടർന്ന് പണവുമായി 2 ജീവനക്കാർ എത്തി. അപ്പോൾ ബാഗ് തട്ടിപ്പറിച്ച് ഷിബിൻലാൽ ബൈക്കിൽ കടന്നു കളഞ്ഞു. അതേസമയം പണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇസാഫ് ബാങ്ക് ജീവനക്കാർ തയ്യാറായിട്ടില്ല. അക്ഷയ ഫൈനാൻസിലെ വ്യാജരേഖ കാണിച്ച് വിശ്വസിപ്പിച്ചാണ് ഷിബിൻലാൽ കബളിപ്പിക്കൽ നടത്തിയത്. ഇത്തരത്തിൽ യാതൊരു കാർഡും അക്ഷയ ഫൈനാൻസ് കൈമാറിയിട്ടില്ലെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു. ഇന്നലെ ഇവിടെ ഒരു 2 ബാങ്കിൻ്റെ ആളുകൾ വന്ന് ടൗണിലുള്ള, നിങ്ങൾ ഇത്ര വലിയ ലോൺ കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു. ഞങ്ങൾ ലോൺ കൊടുത്തിട്ടില്ല, ഞങ്ങൾ വലിയ ലോണും കൊടുക്കില്ല, ഞങ്ങൾ ഒരാൾക്ക് 1.5 ലക്ഷം റുപ്യ കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കാർഡാണോ എന്ന് വെച്ചു. അത് വ്യാജമായിട്ട് ഉണ്ടാക്കിയതായിരിക്കും, ഞങ്ങൾ കൊടുത്തിട്ടില്ല.
ഇസാഫ് ബാങ്ക് അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പന്തിരങ്കാവ് പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും ശേഖരിച്ചു. പ്രതിക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 40 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ പരാതിയിൽ പ്രതികരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. പരാതിയുടെ നിജസ്ഥിതി എന്താണ്, കൂടുതൽ പ്രതികളുണ്ടോ എന്നതെല്ലാം അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാനാകൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. MM രാഗേഷ്, അമൃത TV, കോഴിക്കോട്. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ എക്സാലോജി കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകി. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് വീണ വിജയൻ ഹൈക്കോടതിയെ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മകളും വിദ്യാസമ്പന്നയും സംരംഭകയുമായ തന്നെ പൊതുജനമധ്യത്തിൽ അപമാനിക്കാനുള്ള ശ്രമമാണ് ഹർജിക്ക് പിന്നിലെന്നും മറുപടി സത്യവാങ്മൂലത്തിലുണ്ട്. എക്സാലോജി ബെനാമി കമ്പനിയല്ലെന്നും പിണറായി വിജയനോ ഭർത്താവ് മുഹമ്മദ് റിയാസിനോ സ്ഥാപനവുമായി യാതൊരു ബന്ധവുമില്ലെന്നും വീണ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. ED ഉദ്യോഗസ്ഥർ പ്രതികളായ കൈക്കൂലി കേസിൽ വിജിലൻസിന് ഹൈക്കോടതി വിമർശനം. കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം നൽകി ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ വിമർശനം. കൈക്കൂലി കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതിനാലാണ് വിജിലൻസിനെ ഹൈക്കോടതി വിമർശിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ട് 3 ആഴ്ച കഴിഞ്ഞുവെന്ന് പറഞ്ഞ കോടതി മാസങ്ങളോളം കേസ് എങ്ങനെ നീട്ടിവെക്കാനാകുമെന്നും ചോദിച്ചു. താമരശ്ശേരി ഷഹബാസ് വധക്കേസ് കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കണം, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായി സഹവസിക്കരുത് എന്നീ നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെച്ചു. 50,000 രൂപ ബോണ്ട് കെട്ടിവെക്കാനും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും കോടതി നിർദ്ദേശമുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകിയതിൽ പ്രതികരണവുമായി ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ. വാർത്ത കേട്ടപ്പോൾ തനിക്കും കുടുംബത്തിനും വലിയ വിഷമം തോന്നിയെന്നും ഇതുപോലൊരു വിധി പ്രതീക്ഷിച്ചില്ലെന്നും പിതാവ് പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരമൊരുക്കിയ നീതിപീഠത്തോടും ഗവൺമെന്റിനോടുമുള്ള അമർഷവും ഇക്ബാൽ പ്രകടിപ്പിച്ചു. ഈ വാർത്ത കേട്ടതോടുകൂടി ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ വിഷമത്തിലാണ്. അതായത് ഒരിക്കലും നീതിപീഠത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തായി കഴിഞ്ഞാൽ നിയമം നടപ്പാക്കുക എന്നുള്ളത്, പക്ഷേ ഈ നിയമം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നീതിയാണ്. അതായത് ഇത്തരം കുട്ടികൾക്ക് ഇനിയും തുടർ പഠനത്തിന് തുറസായ വേദിയിലേക്ക് അവസരമൊരുക്കിയ ഗവൺമെൻറ്റിനോടും ബഹുമാനപ്പെട്ട നീതിപീഠത്തോടും ഞാൻ വളരെയേറെ അമർഷം രേഖപ്പെടുത്തുകയാണ്. കോപ്പി അടിച്ചു കഴിഞ്ഞാൽ 3 വർഷം ഡീബാറും എക്സാം എഴുതാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇവർ കൊലയാളികളായ കുട്ടികൾക്ക് ഇവർ എക്സാം എഴുതാൻ അനുവദിച്ചു. ഓക്കെ, അത് നിയമം അങ്ങനെയാണ്. എന്ന് കഴിഞ്ഞാൽ ഇവർക്ക് തുറസായൊരു വേദിയിലേക്ക് പഠനത്തിന് സൗകര്യമൊരുക്കിയ ഗവൺമെൻറ്റിനോട് ഞാൻ അതിയായ വേദനാജനകമായ ഒരു പ്രതിഷേധം തന്നെയാണ്. ഇത് കാണുന്ന മുഴുവൻ ജനങ്ങളും അവർ ഏത് സ്കൂളിലാണോ അവസരം നേടാൻ പോകുന്നത് ആ സ്കൂളിൽ ഏത് പേരൻസ് ആയിക്കോട്ടെ, ഏത് രക്ഷിതാക്കൾ, അമ്മമാരായിട്ട് എല്ലാവരും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കണം. അറബിക്കടലിൽ കൊച്ചി തീരത്തിന് സമീപം MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കേസെടുത്ത് കോസ്റ്റൽ പോലീസ്. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. MSC എൽസ എന്ന കപ്പലിന്റെ ഉടമയാണ് 1-ാം പ്രതി, ഷിപ്പ് മാസ്റ്റർ 2-ാം പ്രതിയും കപ്പൽ ക്രൂ 3-ാം പ്രതിയുമാണ്. മനുഷ്യജീവന് അപകടകരമാകുന്നതും പരിസ്ഥിതി നാശത്തിനിടയാക്കുന്നതുമായ വസ്തുക്കൾ കയറ്റിയ കപ്പൽ അലക്ഷ്യമായി കൈകാര്യം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. ആലപ്പുഴ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. ഡിലേ ഒന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു പരാതി കിട്ടണം. പരാതി അങ്ങനെ ഒരു കോഗ്നിറ്റീവൽ ഒഫൻസ് ഉള്ള പരാതി അങ്ങനെ കിട്ടിയിട്ടില്ല. പരാതി കിട്ടിയതിനു ശേഷം നമുക്ക് വേഗം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുൻപൊരു ആക്സിഡൻ്റ് ഉള്ള പരാതി അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ആക്സിഡൻറ്റ് അത് 12 നോട്ടിക്കൽ മൈൽ ബിയോണ്ട് ആയതുകൊണ്ട് നമ്മുടെ ഡയറക്ടർ ജുറിഡിക്ഷൻ അവിടെ ഇല്ല. ആൻഡ് ആക്സിഡൻ്റ് ആണെങ്കിൽ കോസ്റ്റ് ഗാർഡ് ഹാസ് ടു റെസ്പോണ്ട്. അത് റെസ്പോണ്ട് ചെയ്തു. നമ്മുടെ ആക്സിഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കേസ് എടുക്കാൻ പറ്റില്ല. പക്ഷേ IPC ഒഫൻസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവൽ ഒഫൻസ് അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസ് ആണെങ്കിൽ നമുക്ക് കേസ് എടുക്കാൻ പറ്റും. ക്രിമിനൽ കേസ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നില്ല. ഇൻഫോർമേഷൻ കിട്ടിയതിനു ശേഷം there is a substance of criminal offense like negligence, so we have taken the case. Statement procedure FIR പ്രകാരം we will take the statement of the complaint if required, detailed statement. അല്ലെങ്കിൽ we'll take the statement of the crew, master and company shipping agent ന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാം.
ആൻഡ് ബാക്കി കമ്പനിക്ക് ഷിപ്പിംഗ് ഏജന്റിനോട് സംസാരിച്ചിട്ട് ബാക്കിയുള്ള അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാൻ പോകും. കോഴിക്കോട് മലാപ്പറമ്പ് പെൺവാണിഭ കേസിൽ 2 പോലീസുകാരെ പ്രതി ചേർത്തു. പോലീസ് ഡ്രൈവർമാരായ ഷൈജിത്ത്, സനിത് കെ എന്നിവരെയാണ് പ്രതി ചേർത്തത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. പെൺവാണിഭ കേന്ദ്രത്തിൽ പോലീസുകാർ അതിഥികളായി എത്തിയിരുന്നു എന്നാണ് വിവരം. കേസിൽ ഇപ്പോൾ ആകെ 12 പ്രതികളാണുള്ളത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മലാപ്പറമ്പ് ഈയപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും നടത്തിപ്പുകാരടക്കം 9 പേർ അടങ്ങുന്ന പെൺവാണിഭ സംഘം നടക്കാവ് പോലീസിന്റെ പിടിയിലായത്. മുഖ്യപ്രതിയായ വയനാട് സ്വദേശി ബിന്ദു ഒഴികെയുള്ളവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ബിന്ദുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ബിന്ദുവിന്റെ ഫോൺ കോൾ പരിശോധിച്ച് നമ്പറുകൾ തേടിയപ്പോഴാണ് 2 പോലീസുകാരും വിളിച്ചിരുന്നതായി അന്വേഷണ സംഘത്തിന് അറിയാൻ സാധിച്ചത്. പെൺവാണിഭ കേന്ദ്രത്തിൽ പോലീസുകാരും പലപ്പോഴായി എത്തിയിരുന്നു എന്നാണ് വിവരം. തുടർന്നാണ് വിജിലൻസ് വിഭാഗത്തിലെ ഡ്രൈവറായ ഷൈജിത്ത്, കൺട്രോൾ റൂമിലെ ഡ്രൈവറായ സനിത് എന്നിവരെ കേസിൽ പ്രതി ചേർത്തത്. കെട്ടിടം വാടകയ്ക്കെടുത്ത അനിമീഷിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഇതോടെ കേസിലാകെയുള്ള പ്രതികളുടെ എണ്ണം 12ആയി. അമൃത ന്യൂസ്, കോഴിക്കോട്. ഓണത്തിന് ഒരു മുറം പച്ചക്കറിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ കൃഷിമന്ത്രി പി പ്രസാദ്, മന്ത്രി കെ രാജൻ, മന്ത്രി എ കെ ശശീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും പദ്ധതി നടത്തിവരുന്നത്. ഓണത്തിന് വിഷരഹിതമായ പച്ചക്കറികൾ വീട്ടുവളപ്പിൽ തന്നെ ലഭ്യമാക്കാൻ കൃഷിവകുപ്പ് നടത്തിവരുന്ന പദ്ധതിയാണ് ഒരു മുറം പച്ചക്കറി. സെക്രട്ടേറിയറ്റ് വളപ്പിൽ പച്ചക്കറി തൈ നട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ, തൈകൾ എന്നിവ സംസ്ഥാനത്തെ 1076 കൃഷിഭവനുകൾ വഴി സൗജന്യമായി നൽകും. കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. നമ്മുടെ നാടിനാവശ്യമായ പച്ചക്കറികൾ ഇവിടെ തന്നെ ഉണ്ടാക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നതെന്നും മുൻകാലങ്ങളിൽ പദ്ധതി വലിയ വിജയമായിരുന്നുവെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. നമ്മൾ ഇത്തരത്തിൽ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് ഓണത്തിന് പരമാവധി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. മുൻകാലങ്ങളിലെല്ലാം സാധ്യമാവുന്നിടത്തോളം സ്ഥലങ്ങളിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ വർഷങ്ങളിലെ ഓണക്കാലവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അപ്പോൾ നമ്മുടെ നാടിനാവശ്യമായ പച്ചക്കറികൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിലേക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ഇപ്പോൾ എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും വലിയ മുന്നേറ്റം ഇക്കൊല്ലവും ഉണ്ടാക്കാൻ കഴിയും. വിവിധ ഇനം വെണ്ട, ചീര, വഴുതന, പച്ചമുളക്, പച്ചത്തക്കാളി, പയർ, വാളരിപ്പയർ തുടങ്ങിയ ഇനങ്ങളാണ് പ്രധാനമായും കൃഷി ചെയ്യുക. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി നടത്തുന്നത്. ചാണകപ്പൊടി, ചകിരി കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത വളക്കൂട്ടാണ് പ്രധാനമായും കൃഷിക്കായി ഉപയോഗിക്കുക. മുൻ വർഷങ്ങളിൽ 100 മേനി വിളവ് നേടിയിരുന്നു. ഓണത്തിന് വിളവെടുക്കുന്ന പച്ചക്കറികൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് വിൽപ്പന നടത്തുന്നതാണ് പതിവ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ ഉർവശിയുടെയും മനോജ് കെ ജെയിന്റെയും മകൾ തേജാലക്ഷ്മി സിനിമയിലേക്ക് ഇക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലാണ് തേജ അരങ്ങേറ്റം കുറിക്കുന്നത്. സർജാനോ ഖാലിദ് നായകനാകുന്ന ചിത്രത്തിന്റെ കഥയും സംവിധാനവും നിർവഹിക്കുന്നത് നവാഗതനായ ബിനു പീറ്ററാണ്. സമൂഹമാധ്യമങ്ങളിലെ വീഡിയോകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് തേജാലക്ഷ്മി. അമ്മ ഉർവശിയുമായുള്ള ഫോട്ടോഷൂട്ടുകളും വൈറലായിരുന്നു. സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് തേജ. മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മാതാപിതാക്കൾ തന്നെയാണ് തേജാലക്ഷ്മിയുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ. എൻ്റെ മനസ്സിലെ സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്നും ഉണ്ട്. ഒരുപാട് നാളായിട്ട് എൻ്റെ സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാനായിട്ടാണ് ആഗ്രഹം. കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെയാണ് മനോജ് കെ ജെയിനും തേജയും സിനിമാ വിശേഷങ്ങൾ പങ്കുവച്ചത്. അമ്മ ഉർവശി സമ്മതം നൽകിയില്ലായിരുന്നുവെങ്കിൽ മകളെ സിനിമാ ലോകത്തേക്ക് വിടില്ലായിരുന്നുവെന്ന് മനോജ് കെ ജെയിൻ പറഞ്ഞു. ഇത് അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. അങ്ങനെ ഞാൻ വിട്ടു. അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഇന്നിവിടം വരെ എത്തി. ഇക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മുഹമ്മദ് സാലി നിർമ്മിച്ച് നവാഗതനായ ബിനു പീറ്റർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് സുന്ദരിയായവൾ സ്റ്റെല്ല.
സർജാനോ ഖാലിദാണ് നായകൻ. വൈകാതെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. അമൃത ന്യൂസ്, കൊച്ചി. MDMA കേസിലെ പ്രധാന പ്രതികൾ പോലീസ് പിടിയിൽ. ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയ കണ്ണൂർ സ്വദേശികളായ സൈനുൽ ആബിദ്, ഇക്ബാൽ, മുഹമ്മദ് ഫർഹാൻ എന്നിവരാണ് പിടിയിലായത്. ഒരാളെ ബംഗളൂരിൽ നിന്നും മറ്റേയാളെ കണ്ണൂരിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കെത്തിച്ച MDMAയുമായി ദമ്പതികൾ ഒരാഴ്ച മുമ്പ് ആലപ്പുഴ നോർത്ത് പോലീസിന്റെ പിടിയിലായിരുന്നു. ഇവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത്. കപ്പൽ അപകടത്തിൽ കേസെടുക്കാനുള്ള സർക്കാരിന്റെ വൈകി ഉദിച്ച ബുദ്ധി നല്ല കാര്യമെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. കേന്ദ്രമാണ് കേസെടുക്കേണ്ടത് എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേസെടുത്തു. ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി പറയണമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. നിലമ്പൂരിൽ ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാകാതിരിക്കാൻ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുവെന്നും രണ്ട് വർഗീയതയും കോൺഗ്രസ് എതിർക്കുന്നുവെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ പൊതുസമൂഹവും മത്സ്യത്തൊഴിലാളികളും മാധ്യമങ്ങളും ഒക്കെ തന്നെ കൂട്ടായിട്ട് ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ചു. ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും സമ്മർദ്ദം എന്തായാലും ഏറ്റവും ഒടുവിൽ അവർ മലക്കം പറഞ്ഞിരിക്കുകയാണ്. കേസെടുക്കാൻ പറ്റില്ല, അത് കേന്ദ്രമാണ് കേസെടുക്കേണ്ടതെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ഇപ്പം ഒരു പെറ്റീഷൻ കിട്ടി 1 മണിക്കൂറിനകം കേസെടുത്തിരിക്കുകയാണ്. ഒരു പെറ്റീഷൻ കിട്ടി 1 മണിക്കൂറേ ആയിട്ടുള്ളൂ, കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കൃത്യമാണ്. അദാനിയുടെ മുമ്പിൽ കവാത്ത് മറക്കുന്ന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അദാനിക്ക് കച്ചവട താല്പര്യമുള്ളൊരു കമ്പനി കേരള തീരത്തെ വിനാശത്തിൻ്റെ വഴുതിയിലേക്ക്, പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ച് സംഭവം ഉണ്ടാക്കിയപ്പോൾ ന്യായമായും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട സർക്കാർ അദാനിക്ക് വേണ്ടി ഇവിടെ നിലകൊണ്ടു. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട സർക്കാർ അദാനിക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ടാണ് 17 ദിവസം ഈ കേസ് വൈകിയത്. നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാം. യഥാർത്ഥ പ്രശ്നങ്ങൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ നിലമ്പൂരിൽ മാത്രം എത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടാത്ത വിവാദങ്ങൾ എടുത്തിട്ട് ചർച്ച ചെയ്യുകയാണ്. അതുപോലെ അത്തരം കാര്യങ്ങൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പാഞ്ചാലിമേടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതായി ആക്ഷേപം. ഫ്ലവർ ഗാർഡനും ബോട്ടിങ്ങിനും ഉൾപ്പെടെ സർക്കാർ 3 കോടിയിലധികം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ചെക്ക് ഡാമിന്റെ നിർമ്മാണം വനം വകുപ്പ് തടയുകയായിരുന്നു. ഇടുക്കി പാഞ്ചാലിമേട്ടിൽ വിനോദസഞ്ചാര പദ്ധതിക്കായി റവന്യൂ വകുപ്പ് ടൂറിസം വകുപ്പിന് ഭൂമി വിട്ടു നൽകിയിരുന്നു. ഈ പ്രദേശത്തിനാണ് വനം വകുപ്പ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ബോട്ടിങ്ങിനായി ചെക്ക് ഡാം പണിയുന്ന സ്ഥലം തങ്ങളുടേതാണെന്ന നിലപാടിലാണ് വനം വകുപ്പ്. മിച്ചഭൂമി നിയമപ്രകാരം സ്വകാര്യ വ്യക്തിയിൽ നിന്ന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയാണിത്. ഇപ്പോൾ DTPCയുടെ കൈവശമുള്ള സ്ഥലത്ത് അനധികൃതമായി ജണ്ട സ്ഥാപിക്കാനുള്ള വനം വകുപ്പിന്റെ നീക്കം ജനപ്രതിനിധികളും പ്രദേശവാസികളും നേരത്തെ തടഞ്ഞിരുന്നു. തുടർന്ന് ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെട്ടെങ്കിലും മതിയായ രേഖകൾ നൽകാൻ വനം വകുപ്പിന് കഴിഞ്ഞില്ല. എന്നിട്ടും പീരുമേട്ടിലെ വികസന പ്രവർത്തനങ്ങൾ വനം വകുപ്പ് തടയുന്നുവെന്നാണ് ആക്ഷേപം. പണികൾ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം KT ബിനു വനം വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അവിടെ മനോഹരമായ ലേക്കും പടലുബോട്ടും എല്ലാം കൊണ്ടുവരാൻ തീരുമാനിച്ചതാണ്. അത് ഈ കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമില്ലാത്ത അന്യായമായ വ്യവസ്ഥകൾ ഉയർത്തിക്കൊണ്ട് ആ ടൂറിസ്റ്റ് കേന്ദ്രം തകർക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലുള്ള സമീപനം മാത്രമല്ല, ഇടുക്കി ജില്ലയിൽ ജനങ്ങൾ ആസ്വദിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഫോറസ്റ്റിൻ്റെ ആന്ന് പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ബോട്ടിങ്ങിനായി ചെക്ക് ഡാം പണിയുന്ന സ്ഥലത്തിന്റെ ഒരു ഭാഗം നിക്ഷിപ്ത വനഭൂമിയിൽ ഉൾപ്പെട്ടതാണെന്ന വാദമാണ് വനം വകുപ്പ് ഉന്നയിക്കുന്നത്. എന്നാൽ ഇടുക്കി ജില്ലയിലെ വിവിധ ടൂറിസം പദ്ധതികൾ തകർക്കാൻ വനം വകുപ്പ് നടത്തുന്ന ആസൂത്രിത നീക്കങ്ങളുടെ പുതിയ ഉദാഹരണമാണ് പാഞ്ചാലിമേട്ടിലെ സംഭവമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടുന്നു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ കേസിൽ നിർണായക വഴിത്തിരിവ്. 3 ജീവനക്കാരുടെയും അക്കൗണ്ടിലേക്ക് 66 ലക്ഷം രൂപ വന്നതായി പോലീസ് കണ്ടെത്തി. ഒരു ജീവനക്കാരിയുടെ മൊഴി പോലീസ് എടുത്തു. മറ്റു 2 പേർ ഒളിവിലാണ്. ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കേസിൽ അന്വേഷണം ഊർജിതം. സ്ഥാപന ഉടമയായ ദിയ കൃഷ്ണയുടെയും ജീവനക്കാരായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരുടെയും ബാങ്ക് അക്കൗണ്ടുകളാണ് അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചത്. ദിയയുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ മുൻനിർത്തിയുള്ള വിശദമായ അന്വേഷണത്തിലാണ് 66 ലക്ഷം രൂപ 3 ജീവനക്കാരുടെയും അക്കൗണ്ടിലേക്ക് വന്നതായി കണ്ടെത്തിയത്. 2024 ജൂലൈ മാസത്തിനും പരാതി നൽകുന്നതുവരെയുള്ള കാലയളവിനും ഇടയിലായാണ് 66 ലക്ഷം രൂപ 3 പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. അതേസമയം നികുതി തട്ടിപ്പിന്റെ ഭാഗമായി ദിയ തന്നെയാണ് ഇവരോട് പണം വാങ്ങിയ ശേഷം
ATM-ൽ നിന്നെടുത്തു നൽകാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ജീവനക്കാരികളുടെ വാദം. എന്നാൽ ഇവർ പണം പിൻവലിച്ചതിന്റെ യാതൊരു തെളിവും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. 3 പേരും തിരുവനന്തപുരം വലിയതുറ സ്വദേശിനികളാണ്. ഇവരോട് അക്കൗണ്ട് രേഖകളുമായി മ്യൂസിയം സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടും എത്തിയിരുന്നില്ല. തുടർന്ന് പോലീസ് വീട്ടിലെത്തി ഒരാളുടെ മൊഴിയെടുത്തു. എന്നാൽ മറ്റു 2 പേരെ കണ്ടെത്താനായില്ല. ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ജീവനക്കാരികൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന നിഗമനത്തിലാണ് പോലീസ്. കേസിൽ തുടരന്വേഷണം ഊർജിതമായി നടക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന ഒരു ഭക്ഷണശാലയുണ്ട് തൃശൂർ ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ. സൈനികർക്കും വിരമിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ സൗജന്യമായി ഭക്ഷണം ലഭിക്കും. അതും 24 മണിക്കൂറും. അബ്ദുൽ സലാമിന്റെ കഫേ മക്കാനിയിലെ വിശേഷങ്ങൾ കാണാം. അബ്ദുൽ സലാമിന് 6 വയസ്സുള്ളപ്പോഴാണ് മൂത്ത സഹോദരൻ സൈന്യത്തിൽ ചേരുന്നത്. പിന്നീട് കുടുംബത്തിന്റെ പ്രാർത്ഥന ജ്യേഷ്ഠനും കൂടിയുള്ളതായി. സൈന്യത്തിലുള്ള സഹോദരൻ ഒരു ദിവസം അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സൈനികരായ സുഹൃത്തുക്കൾ ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് എല്ലാത്തിനും വഴിത്തിരിവായത്. പിന്നീട് ആ പ്രാർത്ഥന രാജ്യത്തെ മുഴുവൻ സൈനികർക്കും വേണ്ടിയായി. വളർന്നു വലുതായപ്പോൾ സൈനികർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമായി അബ്ദുൾ സലാമിന്. കോവിഡ് കാലത്ത് സ്വന്തമായി ഒരു ഭക്ഷണശാല തുടങ്ങിയപ്പോൾ അതിൽ ഒരു മുറി തന്നെ സൈനികർക്ക് വേണ്ടി ഒഴിച്ചിട്ടു. സൈനികരുടെ ചിത്രങ്ങളും വിവിധ സേനാ വിഭാഗങ്ങളുടെ യൂണിഫോമുകളും മുറിയിൽ പ്രദർശിപ്പിച്ചു. സൈനികരും മുൻ സൈനികരും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ ഭക്ഷണശാലയിൽ 24 മണിക്കൂറും ഭക്ഷണം സൗജന്യമാണ്. ഈ കഫേയിലൂടെ രാജ്യത്തിനൊരു സന്ദേശം കൊടുക്കുന്ന തോന്നി. രാജ്യത്തെ പട്ടാളക്കാരെ സ്നേഹിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തണം എന്ന് തോന്നി. അങ്ങനെയാണ് ഇങ്ങനെ ഈ കഫേയിൽ ഞങ്ങൾ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രത്യേക ഇരിപ്പിടം തയ്യാറാക്കി. അതുപോലെ തന്നെ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലഘുലേഖകൾ വിതരണം ചെയ്തു തുടങ്ങി. 3 ഭാഷകളിൽ ലഘുലേഖ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ പുറത്തന്നെ പബ്ലിക്കിന് മൊത്തം കാണാവുന്ന രീതിയിൽ ഒരു രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ളൊരു സോളിഡ് LED ലൈറ്റിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഞങ്ങളുടെ എല്ലാ ഫെസിലിറ്റീസും രാജ്യത്തെ സൈനികർക്ക് ഞങ്ങളുടെ ഷോപ്പിന്റെ വകയാക്കി മാറ്റി. 24 മണിക്കൂറും അവർക്ക് വരാം, എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. അതിന് രാജ്യത്തിന് വേണ്ടി 1 മണിക്കൂർ സൈനിക സേവനം നടത്തിയ ആളാണെങ്കിലും ഞങ്ങളുടെ എല്ലാ ഫെസിലിറ്റീസും അവർക്ക് കൊടുക്കുന്നുണ്ട്. ഭക്ഷണശാലയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച LED ബോർഡിൽ സൈനിക സ്നേഹത്തിന്റെ സന്ദേശം തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഭക്ഷണശേഷം മടങ്ങുന്നവരുടെ കയ്യിൽ ആ സന്ദേശം അടങ്ങിയ ഒരു കുറിപ്പും കൈമാറും. കഴിഞ്ഞ 5 വർഷത്തോളമായി സൈനികരെ ഇങ്ങനെ സ്നേഹത്താൽ ചേർത്ത് നിർത്തുകയാണ് അബ്ദുൽ സലാം. അമൃത ന്യൂസ്, തൃശൂർ. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്യുന്ന ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഓസീസിന് 4 വിക്കറ്റ് നഷ്ടമായി. റൺസ് എടുക്കാതെ ഉസ്മാൻ ഖവാജിയും 4 റൺസ് എടുത്ത കമറൂൺ ഗ്രീനും 17 റൺസ് എടുത്ത മാർണസ് ലാബ്ഷാഗ്നെയും 11 റൺസ് എടുത്ത ട്രാവിസ് ഹെഡുമാണ് പുറത്തായത്. ജൂൺ 15 വരെയാണ് ഫൈനൽ മത്സരം. ദക്ഷിണാഫ്രിക്കയ്ക്കായി ജൻസനും റബാഡയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി.